എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ ഫിലിപ്പൈൻസിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടുവരുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. കാരണം ഫിലിപ്പൈൻസിൻ്റെ 2 വീഡിയോസ് ഇതിനോടകം വന്നു കഴിഞ്ഞതിൽ തന്നെ നിങ്ങൾ വളരെ നല്ല സപ്പോർട്ടാണ് തന്നിരിക്കുന്നത്. ആ വീഡിയോ കണ്ടതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഫിലിപ്പീൻസ് എമിഗ്രേഷനിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്, സിംഗപ്പൂരിൽ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് ചോദിച്ചതെന്നുള്ളത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഫോൺ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഏതൊരു എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും, അതായത് നമ്മൾ ഏതൊരു എയർപോർട്ടിലും നമ്മൾ എമിഗ്രേഷൻ ഓഫീസറുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മുടേതായിട്ടുള്ള ബോഡി ലാംഗ്വേജസും ഒക്കെയാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ബോഡി ലാംഗ്വേജ്, നമ്മൾ എന്ത് സംസാരിക്കുന്നു, നമ്മൾ എന്തെല്ലാം റിപ്ലൈസാണ് അവർക്ക് കൊടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് വിസ ഓണറേബിൾ ആണെങ്കിൽ തരണോ വേണ്ടേ എന്നൊക്കെയുള്ള തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ബേസിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫിലിപ്പൈൻസിൽ ചെല്ലുമ്പോൾ അവസ്ഥ ഞാൻ ആദ്യം തന്നെ പറയാം. ഫിലിപ്പൈൻസിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത്, അപ്പോൾ ഫിലിപ്പൈൻസിൽ ചെല്ലുമ്പോൾ അവസ്ഥയ്ക്ക് മുമ്പ് അതിൻ്റെ പ്രൊസീജിയർ ആദ്യം തന്നെ പറയാം. നമ്മൾക്ക് എല്ലാവർക്കും ഫിലിപ്പൈൻസിൽ പോകാം, ഇന്ത്യക്കാരായിട്ടുള്ള ആർക്കും ഫിലിപ്പൈൻസിലേക്ക് പോകാം. ഫിലിപ്പൈൻസിൻ്റെ നേരിട്ടുള്ളൊരു വിസ നമുക്ക് കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വിസ പ്രൊസീജിയറുകളുണ്ട്. ഓക്കെ, അതായത് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഈസി ആയിട്ട് ഓണറേബിൾ പ്രൊസീജിയറാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഫിലിപ്പൈൻസിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സിംഗപ്പൂരിൻ്റെ മൾട്ടിപ്പിൾ റീ എൻട്രി വിസ ഉണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് ഓണറേബിൾ വിസ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് സിംഗപ്പൂർ മൾട്ടിപ്പിൾ റീ എൻട്രി വിസ. നമ്മൾ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുക. സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂരിൽ ഇന്നാവണം, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അവർ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻസും ഇല്ലാതെ തന്നെ നമ്മളെ ഡിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിംഗപ്പൂരിലേക്ക് പോകുക. സിംഗപ്പൂരിൽ ചെന്ന് ഒരു ദിവസം താമസിച്ചിട്ട് നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ഫിലിപ്പൈൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും നമ്മൾ സിംഗപ്പൂരിൽ വന്നു, അത് പ്രകാരം ഫിലിപ്പൈൻസിലേക്ക് വന്നതാണെന്നുള്ളത്. വിസ എല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രൊസീജിയറുകൾ. അപ്പോൾ ഇനി എൻ്റെ നടപടികൾ, ഞാൻ യാത്ര ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ചെയ്തത് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള വിസയാണ് എടുത്തത്, മൾട്ടിപ്പിൾ റീ എൻട്രി. അത് 1 മാസത്തെ മൾട്ടിപ്പിൾ വിസയാണ് എനിക്ക് കിട്ടിയത്. അത് പ്രകാരം ഞാൻ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയി. ആ വീഡിയോ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ സിംഗപ്പൂരിൽ ചെന്നതിന് ശേഷം ഒരു ദിവസം സിംഗപ്പൂരിൽ താമസിച്ചു. നെക്സ്റ്റ് ഡേ ഞാൻ അവിടെ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് മനിലയിലേക്ക് ടിക്കറ്റ് എടുത്തു. അപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഞാൻ ടിക്കറ്റ് എടുത്തത് എയർ ഏഷ്യയിലാണ്. അപ്പോൾ എയർ ഏഷ്യയിൽ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, എയർ ഏഷ്യ ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിസ നടപടികൾ കുറച്ച് ഈസി ആയിരിക്കുമെന്ന് അറിയാൻ കഴിഞ്ഞു അവിടെ നിന്നും. അതായത് ടെർമിനൽ 3 ഇറങ്ങുകയാണെങ്കിൽ അവിടെ വിസ നടപടികൾ ഓണറേബിൾ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഈസിയാണെന്ന് അറിയാൻ കഴിഞ്ഞു. അത് പ്രകാരമാണ് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് എയർ ഏഷ്യ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ പോയത്. അപ്പോൾ അത് പ്രകാരം ടെർമിനൽ 3 എത്തി. ടെർമിനൽ 3 ഇറങ്ങി നമ്മൾ എമിഗ്രേഷൻ സെക്ഷനിൽ ചെല്ലുമ്പോൾ നമ്മളോട് ആദ്യം ചോദിച്ച ചോദ്യം, അതായത് എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം, ഫിലിപ്പൈൻ വിസ എവിടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഫിലിപ്പൈൻ വിസ ഇല്ല, ഞാൻ സിംഗപ്പൂരിൽ വന്നിട്ട് സിംഗപ്പൂർ വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫിലിപ്പൈൻസും കൂടി വിസിറ്റ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്ത് ബേസിലാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ കറങ്ങി കാണാനും എനിക്ക് ഫിലിപ്പൈൻസ് മനിലയും ഏഞ്ചലോ സിറ്റിയൊക്കെ ഞാൻ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് പകരം ഇത് കാണാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് നിങ്ങളുടെ അടുത്ത സ്പോൺസർ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി സ്ഥിരം ട്രാവൽ ചെയ്യുന്നതാണ്, ഇവിടെ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എമിഗ്രേഷൻ എന്നുള്ള അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി ഹോട്ടലെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ ബുക്കിംഗ് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഹോട്ടൽ ബുക്കിംഗ് മനിലയിലും അതുപോലെ ഏഞ്ചൽ സിറ്റിയിലും ഹോട്ടൽ ബുക്കിംഗ് കാണിച്ചു കൊടുത്തു. ദെൻ റിട്ടേൺ ടിക്കറ്റ് ചോദിച്ചു. പിന്നെ അവർ നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾ വന്ന പർപ്പസ് എന്താ, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആധികാരികമായിട്ട് ചോദിക്കും. നിങ്ങൾ എത്ര ദിവസം ഇവിടെ സ്റ്റേ ചെയ്യും? അപ്പോൾ ഞാൻ ബുക്കിംഗ് വൗച്ചറെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം അവർ നമ്മളോട് പല ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഓരോന്നോരോന്ന് എല്ലാവരോടും ഒരുപോലെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. ഓരോരോ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നതിൽ ജെന്യൂൻ ആണോ, അതായത് അവരോട് എന്തെങ്കിലും കള്ളത്തരം പറയുന്നുണ്ടോ, നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും എക്സ്പ്രഷൻസ് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ജോലിക്കല്ലേ വന്ന്? ഞാൻ പറഞ്ഞു, എനിക്ക് ഓൾറെഡി കമ്പനി ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ ബിസിനസ് കാർഡ് കൊടുത്ത്. അപ്പോൾ നിങ്ങൾ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ സൗദി, ഖത്തർ, ബഹ്റൈൻ പലയിടത്തും വരാം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരവിടെ ഉണ്ടാവും. ഒരുപാട് പേർക്ക് പല ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ചിലർ കല്യാണം കഴിച്ചവരുണ്ട് ഫിലിപ്പൈൻസിൽ നിന്നും, നിങ്ങളുടെ കൂടെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലും വരാം. അങ്ങനെ എല്ലാ മേഖലയിലുള്ളവർ എന്നെ ഫോൺ ചെയ്യാറുണ്ട്. അതിൻ്റെ പേര് തന്നെ എനിക്ക് കൃത്യമായിട്ട് പൾസ് എനിക്ക് അറിയാനും കഴിയും.
അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ജോലി റിലേറ്റഡ് ആണോ, നിങ്ങൾ കാർഡ് എടുത്ത് കൊടുക്കുക, എൻ്റെ ഇക്കാമത വർക്ക് പെർമിറ്റ്, ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഇത്തരം രീതിയിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക. അപ്പോൾ ഫൈനാൻഷ്യലി നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമുള്ള ഒരാളാണെന്ന് കാണിക്കാൻ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കരുതുക. ഇതൊന്നും റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അല്ല, പക്ഷേ ഒരു എമിഗ്രേഷൻ ഓഫീസറുടെ മുമ്പിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആധികാരികതയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളത് എപ്പോഴും കയ്യിൽ കരുതുക. ഞാൻ എല്ലാവരും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ആവശ്യത്തിലധികം ഡോക്യുമെൻറ്റ്സ് ഞാൻ കയ്യിൽ കരുതും. നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തിരുന്ന ഇതിൻ്റെ നമ്മുടെ ഒരു ഡീറ്റെയിൽ CV കാര്യങ്ങളൊക്കെ. ഇത് വേറെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വന്നിട്ടല്ല. ഒരു പക്ഷേ ആ കൗണ്ടറിലുള്ള ഓഫീസർക്ക് നമ്മളുടെ കൊടുത്തേക്കുന്ന ആൻസർ തൃപ്തികരം അല്ലെങ്കിൽ അവരപ്പം തന്നെ അവരുടെ ഹയർ അതോറിറ്റിക്ക് നമ്മളെ ഹാൻഡ് ഓവർ ചെയ്യും. അടുത്തൊരു ഈ ക്യൂവിൽ നിൽക്കുന്നതിന് പകരം അടുത്തൊരു റൂമിൽ കൊണ്ടുപോയി 2, 3, 4 ഓഫീസേഴ്സായിരിക്കും നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ 3, 4 പേരുടെ മാറി മാറി വരുന്ന ക്വസ്റ്റ്യനുകളുടെ മുമ്പിൽ നമ്മൾ തകർന്നു പോകരുത്, അല്ലെങ്കിൽ നമുക്കത് ആൻസർ ഇല്ലാതെ നമ്മൾ ഭയന്ന് പോകരുത്. നമ്മൾ വളരെ സിമ്പിളായിട്ട് സാർ ജോലി ഇതാ, എൻ്റെ ഇക്കാമ, എനിക്ക് ഓൾറെഡി ലാസ്റ്റ് മന്ത് എല്ലാ മാസത്തിലും എനിക്കൊരു ഇൻകം ഉണ്ട്, സാലറി ഉണ്ട്, എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ലെറ്റർ എന്ന, അല്ലെങ്കിൽ സാറിന് എന്നെ കുറിച്ച് അന്വേഷിക്കാം, ഇതാണ് അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വളരെ കൂളായിട്ട്, അതായത് അവർ എങ്ങനെ നമ്മളെ അതായത് നമ്മളെ എന്താ പറയുക, പ്രലോഭനമല്ല, എന്താ പറയുക, നമ്മളെ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഒരു ആൻസർ ഇല്ലാത്ത രീതിയിലേക്ക് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നാലും നമ്മളതിനകത്തൊന്നും ഇത് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, വളരെ സിമ്പിളാണ്. നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ നോർമൽ കൗണ്ടറിൽ തന്നെ നമ്മൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ ഈസി ആവുന്ന കാര്യമുള്ളൂ. ശരി, അപ്പോൾ ഫിലിപ്പൈൻസിൻ്റെ കാര്യം പറഞ്ഞു വന്നത്, അപ്പോൾ നിങ്ങൾ അവിടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാര്യമാരായിക്കോട്ടെ, മറ്റു സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷൻ്റെ പക്ക കൺഫർമേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. സ്റ്റേ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അവരുടെ വീടായിക്കോട്ടെ, അതിൻ്റെ അഡ്രസ്സും അവരുടെ ID കാർഡുകളും മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ കോപ്പി വെച്ചിരിക്കാം. ഹോട്ടലിലാണെങ്കിൽ ബുക്കിംഗ് കൺഫർമേഷൻ വൗച്ചർ നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ കയ്യിൽ കരുതുക. അത് ആവശ്യമില്ല, ചോദിച്ചാൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാം. പിന്നെ കയ്യിൽ സഫിഷ്യൻറ്റ് പൈസ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മളവിടെ ചിലവഴിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടാകുക എന്നുള്ളത് യാതൊരു ഇതിൽ. ഇപ്പോൾ തായ്ലൻഡിൽ തന്നെ ഒരാൾ സിംഗിളായിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ 10,000 തായ്പത്ത്, ഇപ്പോഴത്തെ രീതിയിൽ ഒരു 20,000-22,000 രൂപ കയ്യിലുണ്ടാവണം എന്നുള്ള നിർബന്ധമുള്ളതാണ്, നിയമമാണത്. അതിൽ വെക്കണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഏതൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും നമുക്ക് ചിലവിന് വേണ്ട പൈസകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. അത് ഓഫീസർ ചോദിച്ചാൽ തന്നെ നമുക്ക് തന്നെ, സാർ ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ 10 days ഇവിടെ ഉണ്ട്, എനിക്ക് വേണ്ട ഇനഫ് ഡോളേഴ്സ് ഉണ്ട് എൻ്റെ കയ്യിലുണ്ട്, ഇനഫ് ഇവിടുത്തെ കറൻസി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് വളരെ ഫ്രണ്ട്ലി, നമുക്ക് വളരെ കൂളായിട്ട്, അതായത് എല്ലാ ഘട്ടത്തിലും നമ്മൾ ചിരിച്ചുകൊണ്ട് വളരെ കൂളായിട്ട്, നമുക്കിതൊന്നൊരു വിഷയമല്ല എന്നുള്ള നിലക്ക് നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എമിഗ്രേഷൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഓഫീസേഴ്സിൻ്റെ മൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്തോനേഷ്യ ട്രാവൽ ചെയ്യുമ്പോൾ, അതായത് ഞാൻ ജക്കാർത്ത എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന 7 പേര് ശ്രീലങ്കക്കാരെ ഫേക്ക് വിസ ആയിരുന്നു നിന്നിട്ടത്. അപ്പോൾ അവിടെ നിന്നിട്ട് 7 പേരെയും എന്താ പറയുക, ഫേക്കായിട്ട് അത്രയും ദേഷ്യത്തിൽ അവിടെ നിന്ന് അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ട് 8ാമനായിട്ടാണ് ഞാൻ കൗണ്ടറിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ ഓഫീസറുടെ ദേഷ്യവും ഇതെല്ലാം കൂടിയിട്ടാണ് എൻ്റെ അടുത്തിട്ട് ചോദിച്ചത്. എടുത്ത വഴിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചതും, ഒറ്റയ്ക്കാണോ ഗ്രൂപ്പായിട്ടാണോ ട്രാവൽ? ഞാൻ പറഞ്ഞ സിംഗിളായിട്ട് ട്രാവൽ. നീ വന്നത് ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു എന്താ പറയുക, പകുതി ഷൗട്ട് ചെയ്ത പോലെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട്, സാർ ഞാൻ ഇതാണ് ഹോളിഡേ വന്നതാണത്, 1 വീക്ക് ഇവിടെ കാണും എന്ന് പറഞ്ഞു. ആൾ വീണ്ടും നമ്മൾ തർക്കിക്കുകയാണ്, അത് നിങ്ങൾ വന്നത് വർക്കിനാണ്. കാരണം ഇതിക്ക് മുമ്പ് വന്ന 7 പേരും വർക്കിന് വന്നേക്കണതാണ്, ഫേക്ക് വിസയിൽ വന്നിരിക്കുന്നതാണ് ശ്രീലങ്കക്കാർ. അപ്പോൾ ആ ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മളില്ല സാർ, എൻ്റെ ഹോട്ടൽ ബുക്കിംഗ് ചെയ്താൽ റിട്ടേൺ ടിക്കറ്റ് തന്നെ സാറിന് ചെക്ക് ചെയ്യാം, ഞാൻ പിന്നെ ഓൾറെഡി ട്രാവൽ ചെയ്യുന്ന ആളാണ്, സാറിന് എൻ്റെ മറ്റു വിസ പേജുകളെല്ലാം നോക്കാം എന്ന് നമ്മളതിന് കൃത്യമായിട്ട് പറയണം. അപ്പോൾ അവർ അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കണം, എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു, ഇതുപോലെ തന്നെയാണ്. നമ്മൾ സാർ ഞാൻ നാട്ടിലൊരു ട്രാവൽ ഏജൻസി നടത്തുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ബിസിനസ് കാർഡ് എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും എന്ത് കാര്യങ്ങൾക്കും അവരുടെ എന്ത് ക്വസ്റ്റ്യൻസിനും നമ്മൾ വളരെ കൂളായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ആ കൗണ്ടറിലിരിക്കുന്ന ഓഫീസർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടോ, പലരും പല രീതിയിലായിരിക്കുമല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കൗണ്ടറിലിരിക്കുന്നവർ ഇനിയിപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ അടുത്ത ഹയർ അതോറിറ്റിക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത്, മീൻസ് അടുത്ത എല്ലാ എയർപോർട്ടിലും കാണാം എമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ റൂമുണ്ട്, അവിടെ കൊണ്ടുവരുത്തി നമ്മളൊരു ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്താലും നമ്മൾ ഒട്ടും പതറേണ്ട കാര്യമില്ല.
ഒട്ടും പതറേണ്ട വരില്ല. ചിലപ്പോൾ നമ്മളവിടെ മാറ്റി ഇരുത്തിയേക്കണതിൻ്റെ അവിടെ വേറെ ഫേക്ക് വിസയിൽ വന്നേക്കണവരും അലമ്പായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു പക്ഷേ, മീൻസ് കള്ള വിസയിലൊക്കെ വന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ വളരെ കൂളായിട്ടിരിക്കുക, നമ്മളിത് ചെയ്യുക, വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക. ഇപ്പോൾ അവർ നമ്മളോട് തർക്കിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ തർക്കിക്കും. നമ്മൾ വളരെ ആ രാജ്യത്തിനെ കുറിച്ച് നല്ല രീതിയിൽ പറയുക. ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്നു, ഞാൻ വർക്ക് ചെയ്യുന്നു, ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടൊരു ആഗ്രഹമാണ് നിങ്ങളുടെ കൺട്രി വിസിറ്റ് ചെയ്യാനായിട്ട്, അത് പേരം വരുന്നു. അപ്പോൾ നമ്മൾ ആ പോകുന്ന രാജ്യത്തിനെ കുറിച്ച് കുറച്ച് ഐഡിയകൾ നമുക്ക് ഉണ്ടായിരിക്കുക, കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചിട്ട് ടൂറിസ്റ്റ് പ്ലേസുകളെ കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കുക. അത് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചൊക്കെ അവരുടെ അടുത്ത് പറയണം. നമ്മളത് സാർ ഞാനിപ്പോൾ വന്നത് ഇന്ന സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്, ആ വോൾക്കാനോ എനിക്ക് വളരെ, അല്ലെങ്കിൽ ആ വാട്ടർഫോൾസ്, അല്ലെങ്കിൽ ഇന്ന ഗാർഡൻ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ യെസ് ഇദ്ദേഹം അതിനെക്കുറിച്ച് അറിയാൻ വന്നിരിക്കുന്നത്. പക്ഷേ അവർ ഓക്കെ ഏതൊരു രാജ്യത്തേക്കായാലും ഒരു ടൂറിസ്റ്റ് വരിക, അവർക്ക് അതുവഴി എന്തെങ്കിലുമൊക്കെ വരുമാന രാജ്യത്തിന് വരിക എന്നൊക്കെ പറയുന്നത് ആ നാട്ടിലെ മിഗ്രേഷൻകാർക്കായാലും എല്ലാവർക്കായാലും സന്തോഷമുള്ള ഒരു കാര്യമാണത്. പക്ഷെ നമ്മളതുപോലെ നല്ല ഒരു പ്രസൻറ്റബിൾ ആയിരിക്കണം. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ വളരെ മോശമായിട്ട് പോലെയല്ല, നമ്മൾ നല്ല ഡ്രസ്സിലൊക്കെ ആയിരിക്കും ചെല്ലുന്നത് ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരു മീറ്റിങ്ങിന് വേണ്ടിയൊക്കെ പോകുമ്പോൾ, ഈവൻ നമ്മൾ കല്യാണത്തിനാണ് പോകാനിരിക്കുക, നമ്മൾ എത്ര നല്ല രീതിയിൽ അതിപ്പോൾ അതുപോലെ ആ ഒരു രീതിയിലൊക്കെ വേണം ചെല്ലാൻ. ഏതാനും ചെറിയ ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഇപ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഞാൻ എൻ്റെ യാത്രകൾ ഞാൻ അവലംബിക്കും. ഇപ്പോൾ നമ്മൾ മണിക്കൂറുകളൊക്കെ വിമാനയാത്ര കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് നോർമലായിട്ട് നമ്മൾ ഉറങ്ങാം, നമ്മളുടെ യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടാവും, ടയേർഡൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഇമിഗ്രേഷനിലൊക്കെ ചെല്ലണതിന് മുമ്പായിട്ട് എന്തായാലും ഇറങ്ങി വരുമ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒന്ന് ഫ്രഷപ്പൊക്കെ ആവുക, നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി മുടിയൊക്കെ ചേക്കി വളരെ ഇപ്പോൾ ഷർട്ടൊക്കെ അലക്ഷ്യമായിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അതൊക്കെ നല്ല നല്ല നീറ്റായിട്ട് ഇട്ട് വളരെ ഫ്രഷായിട്ട് ഇത് ചെയ്യുക ഇമിഗ്രേഷൻ ഇതിൽ. അതായത് ഒരു കാര്യം കൂടി പറഞ്ഞില്ല, ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് നമ്മളെ മുമ്പിലുള്ള ക്യൂവിലുള്ളവർ, നമ്മളെ മുമ്പിലുള്ള ആളുകളെ നോക്കാം. ഈ എന്തെങ്കിലും പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും അതിപ്പോൾ നമ്മുടെ ക്യൂവിൻ്റെ ലെങ്ത് ഇത്തിരി കൂടുതലും മാറി നിൽക്കുക. കുറച്ച് ജെന്റിൽമാരായിട്ടുള്ളവരുടെ ബാക്കിലൊക്കെ നമ്മൾ നിൽക്കാൻ ഞാൻ പറയാൻ കാണിച്ചാലും, തൊട്ട് മുമ്പിലുള്ള ആൾക്കാർ എന്തെങ്കിലും ഫേക്ക് ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ഇതിൻ്റെ നമ്മളെ എന്തായാലും നമ്മളെ എഫക്റ്റ് ചെയ്യും. ആ ഒരു കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പോൾ അവനൊരു ഫേക്ക് ആയിരുന്നെങ്കിൽ നമ്മളോട് വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ അതുപോലെ തന്നെ ഒരു ഫേക്ക് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടായിരിക്കും നമ്മളെ നോക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് നല്ല ഇതായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പുള്ള ആൾ വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത് പോയാൽ ആ ഒരു ഇതോടുകൂടി തന്നെ ഓഫീസർ നമ്മളെ നോക്കുകയുള്ളൂ അടുത്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എപ്പോഴും എല്ലാവരും സക്സസ് ആണോ എന്ന് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക, വളരെ ഇതായിരിക്കുക. നമ്മൾ പോകുന്ന യാത്രേനെ കുറിച്ചിട്ടും എത്ര ദിവസം നിൽക്കും, എന്ന് തിരിച്ചു വരും എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അവർ നമ്മളോട് ചോദിക്കണം എന്നാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്, എത്ര ദിവസം ഉണ്ടാവും, അത് ഞാൻ നോക്കട്ടെ എന്നൊരു ടിക്കറ്റ് മറിച്ച് നോക്കിയിട്ട് ടിക്കറ്റ് അങ്ങനെയൊന്നും പറയരുത്. നമ്മളിപ്പോൾ പറയണത് ഓക്കെ നമ്മളിപ്പോൾ 4-ാം തീയതി നിൽക്കുന്നത്, എന്നാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നത്, ഞാൻ 10th തിരിച്ചു പോകും. 10th എയർ ഏഷ്യ ഫ്ലൈറ്റ് അല്ലെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ് ഇന്ന ഫ്ലൈറ്റിൽ ഇന്ന ഇതിൽ തിരിച്ചു പോകും. എവിടെ നിങ്ങൾ സ്റ്റേ ചെയ്യണം, ഞാൻ ഇന്ന ഹോട്ടലിൽ ഇത്ര നൈറ്റ് ഇന്ന ഹോട്ടലിൽ ഇത്ര നൈറ്റ് ഇന്ന ഏരിയയിൽ ഇത്ര, അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ വളരെ വളരെ ക്ലിയറായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ അവിടെ തീരും. അപ്പോൾ മനസ്സിലാക്കുക, ഓരോ രാജ്യത്തിൻ്റെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അവർക്ക് നമ്മളെ വിശദമായിട്ട് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരം നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾക്ക് കൃത്യമായിട്ട് ആൻസറുകൾ ഉണ്ടെങ്കിൽ അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഓരോ സ്ഥലത്തെ വിസ റൂൾസും കാര്യങ്ങളെല്ലാം പാലിക്കുക. ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഫിലിപ്പൈൻസിൽ ഇറങ്ങുമ്പോൾ ടെർമിനൽ 3 എയർ ഏഷ്യ. പിന്നെ ഇപ്പോൾ ഒരു ന്യൂസ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ടൈഗർ എയർവേസ് കൊച്ചിയിൽ നിന്നൊക്കെ സർവീസ് നടത്തുന്നത് സിംഗപ്പൂർ വഴി ടെർമിനൽ 3 ഇറങ്ങുന്നതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് യാത്രാ സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എൻ്റെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സുമായിട്ട് ബന്ധപ്പെടുക. എൻ്റെ സപ്പോർട്ടും എൻ്റെ സ്റ്റാഫുകളുടെ ഫുൾ സപ്പോർട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ യാത്രകൾ എന്തുമായിക്കോട്ടെ, തായ്ലൻഡോ മലേഷ്യ സിംഗപ്പൂർ ഫിലിപ്പൈൻസ് കംബോഡിയ എങ്ങോട്ടും ആയിക്കോട്ടെ, എല്ലാവിധ സപ്പോർട്ടുകളുമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയണമെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് ഇതൊരു പക്ഷേ എൻ്റെ സംസാരം ബോറായിട്ട് തോന്നുന്നെങ്കിൽ സദയം ക്ഷമിക്കണം. ഒരുപാട് ആളുകളുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന, ടെൻഷൻസൊക്കെയാണ് ഇതിലൂടെ മാറുന്നത്. അപ്പോൾ ഒരു ഫ്രീക്വൻറ്റ് ട്രാവലർ എന്നുള്ള നിലക്കാണ് ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. ഒരു പക്ഷേ എന്നേക്കാളും എളുപ്പമായിരിക്കും കേട്ടോ നിങ്ങളുടെ യാത്രകൾ. എന്നെ കണ്ടാൽ ഒരു പക്ഷേ ഒരു ഭീകരനൊക്കെ ആണെന്ന് തോന്നുന്നുണ്ടാവുമായിരിക്കും. അതിന് വല്ലതായിരിക്കും എല്ലാ സ്ഥലത്തും വിശദമായിട്ട് ചോദ്യം ചെയ്യലിന് ശേഷം വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് എന്നെ വിടാറ്. കാരണം ഇത്രയും
വലിപ്പം കാണുമ്പോൾ ഒരു പക്ഷേ വലിയ ഭീകരനൊക്കെ എന്ന് വിചാരിക്കും. എനിവേ നമ്മളെന്തായാലും ഏത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്കായിരുന്നാലും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ കാര്യങ്ങൾ ഇതൊക്കെ കളിയാക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയിട്ട് ഇത് ചെയ്യാതിരിക്കുക. ഒരു രാജ്യത്തിന് വില കുറച്ച് കാണാതിരിക്കുക. ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള പാരമ്പര്യവും സംസ്കാരവും എല്ലാം ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം എഫേർട്ട് എടുത്ത് ചെയ്ത യാത്രകളൊക്കെയാണ് ഫിലിപ്പൈൻസ് യാത്രയിലുള്ളത്. അത്തരം വിഷലുകൾ വരും. ലോകത്തിലെ രണ്ടാമത്തെ ആക്റ്റീവായിട്ടുള്ള വോൾക്കാനോ അങ്ങോട്ടുള്ള യാത്ര 45-47 കിലോമീറ്ററുകൾ. ഓഫ് റോഡുകളില്ല, കുണ്ടും കുഴിയും തോടും പുഴകളൊക്കെ ചാടിക്കടന്ന് എത്തി. അതിനുശേഷം 17 കിലോമീറ്ററോളം കാൽനടയായിട്ട് സഞ്ചരിച്ച് എടുത്ത വീഡിയോകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ അത്രയും റിസ്കിലെടുത്ത വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഫിലിപ്പൈൻ സീരീസ് കഴിയുന്നതോട് കൂടിയിട്ട് ഓരോ മലയാളിക്കും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഫിലിപ്പൈൻസ് എന്ന രാജ്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ, ഐഡിയ എല്ലാം ഉണ്ടാവണം. വളരെ ഹാപ്പി ആയിട്ട് സുഗമമായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റണം. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു വഴിയാണ് എൻ്റെ ഈ ഹാരിസ് അമീർ അലി എന്നുള്ളൊരു ചാനൽ. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് നന്ദി. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളും അടിപൊളി വിശേഷങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. Welcome to Philippines! It's more